നമസ്കാരം. മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. 1. ശേഖരണം. വീടുകളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും ഭക്ഷണശാലകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക. മാലിന്യങ്ങളെ ജൈവം, അജൈവം എന്നിവയായി തരംതിരിക്കുക. 2. ട്രീറ്റ്മെൻറ്റ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിക്കുക. ഒരു ഏകീകൃത സ്ലറി ഉണ്ടാക്കാൻ ഭക്ഷണാവശിഷ്ടങ്ങൾ വെള്ളത്തിൽ കലർത്തുക. മാലിന്യത്തിൻ്റെ അളവിനനുസരിച്ച് ചാണകം കലക്കി ചേർക്കുക. 3. വായുരഹിത ദഹനം. വായുരഹിത ഡൈജസ്റ്റർ ടാങ്കുകളിലേക്ക് സ്ലറി നൽകുക. സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ബയോഗ്യാസ് നവീകരിക്കുക. താപനില 25-37 ഡിഗ്രി സെൽഷ്യസ്, pH എന്നിവ ശരിയായി നിലനിർത്തുക. 4. ബയോഗ്യാസ് നവീകരണം. ബയോഗ്യാസിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ബയോഗ്യാസ് ബയോമീഥേനിലേക്ക് നവീകരിക്കുക. 5. വൈദ്യുതി ഉൽപ്പാദനം. ആന്തരിക ജ്വലന എഞ്ചിനുകൾ അഥവാ ഗ്യാസ് ടർബൈനുകൾ എന്നിവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. 6. മാലിന്യ സംസ്കരണം. ഡൈജസ്റ്റേറ്റ് അഥവാ ബാക്കിയുള്ള മാലിന്യം ഗുണപരിശോധനയ്ക്ക് ശേഷം വളമായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഗുണങ്ങൾ: ഉചിതമായ മാലിന്യ സംസ്കരണത്തിന് വഴിതെളിയിക്കുന്നു. ഹരിതഗൃഹവാതകങ്ങളെ സൃഷ്ടിക്കാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. ഊർജ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. പലതരത്തിലുള്ള പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന സ്ലറി കൃഷിക്കാവശ്യമായി ഉപയോഗിക്കുന്നു. സ്ലറിയിൽ നൈട്രജൻ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജിങ്ങിനായി ഉപയോഗിക്കാം. വീട്ടാവശ്യത്തിനുള്ള ബയോഗ്യാസ്, വൈദ്യുതി എന്നിവ പ്രാദേശിക തലത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നഗരം ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. കൂടാതെ നമ്മുടെ ജീവിത ചിലവ് കുറയ്ക്കുന്നു. ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നു. ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. മീഥേൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. സ്ലറി കാർഷിക ഉപയോഗാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മീഥേൻ വാതകം വൈദ്യുതിയായി മാറുന്നു.